നഫ്സിൻ വാഹിദ. അല്ലാഹു നിങ്ങളെ ഒരൊറ്റ ഒരു ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. വജഅല മിൻഹാ സൗജഹാ, അതിൽ നിന്ന് തന്നെയാണ് അല്ലാഹു തആല ഇണയെ സൃഷ്ടിച്ചത്. എന്തിനാണ് അല്ലാഹു ഇണയെ സൃഷ്ടിച്ചത്? ലിയസ്കുന ഇലൈഹാ, പരസ്പരം സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനാണ്. ആണിന് അല്ലാഹു പെണ്ണിന് നൽകിയത്, പെണ്ണിന് അല്ലാഹു ആണിന് നൽകിയത്. ആണിന് പെണ്ണിന് നൽകിയത്, പെണ്ണിന് ആണിന് നൽകിയത്. ത്വലാഖിന്റെ റേഷ്യോ വെച്ച് നോക്കുമ്പോ നമ്മളിൽ കുറച്ച് ത്വലാഖ് കൂടുതലാണ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ. കാരണം നോൺ മുസ്ലിംസ്, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ 80% ഉണ്ട്. മുസ്ലിമീങ്ങൾ വളരെ ചുരുങ്ങിയ ഒരു 10% അപ്പൊ റേഷ്യോ, മറ്റുള്ള മതങ്ങളുടെ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ത്വലാഖ് കൂടുതലാണ്. പാടില്ലായിരുന്നു. ഇസ്ലാം വളരെ താക്കീത് നൽകിയൊരു വിഷയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും വെറുത്ത വിഷയമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ഇനി മുത്വലാഖ് ബില്ല് അങ്ങോട്ട് പാസ്സായി, ത്വലാഖിന്റെ ബില്ല് പാസ്സായി. ഇനി മുത്വലാഖ് ചെല്ലിയ 3 വർഷം തടവ്. മനസ്സിലായോ? ത്വലാഖ് ചെല്ലിയ 3 വർഷം തടവ്. അപ്പൊ ത്വലാഖ് ചെല്ലാൻ പുതിയുള്ള ആള് കല്യാണം കഴിക്കണ്ട, അതന്നെ അതിന് പരിഹാരം. അല്ലെങ്കിലോ നന്നായിട്ട് ദാമ്പത്യ ജീവിതം എന്താണെന്ന് പഠിച്ചിട്ട് കല്യാണം കഴിക്കാം. ഉറപ്പാണ് കല്യാണം കഴിച്ച അടിപിടിയും അസ്വസ്ഥതയൊക്കെ ഉറപ്പാണ്. അത് ഏത് വലിയ കോജാത്തിന് കിട്ടിയാലും ഇതിന്റെ അവസ്ഥ അത്ര തന്നെയാണ്. അത് മനസ്സിലായിക്കണം. ഇനിയിപ്പോ കല്യാണം കഴിച്ച ആളുകൾ വിചാരിക്കും ഞാൻ കെട്ടിയ പെണ്ണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളെ ലോകത്തെല്ലാരും കെട്ടിയ പെണ്ണുങ്ങളെ ഇങ്ങനെ തന്നെയാണ്. ലോകത്തെ എല്ലാരും കെട്ടിയ പെണ്ണുങ്ങൾ ഇങ്ങനെ, നിങ്ങൾ ഏതൊരു ഹാഫിനെയോ ഏതെങ്കിലും വലിയ വലിയ ആലിമത്തിനെ കെട്ടിയാലും അങ്ങനെ തന്നെ. പെണ്ണുങ്ങൾക്ക് അവരുടേതായ ഒരു പ്രകൃതിയും അവരുടേതായ ഒരു സ്വഭാവം ഉണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? എന്ന് വെച്ചിട്ട് നമ്മൾ ത്വലാഖ് ചെല്ലാൻ പാടുണ്ടോ? എന്ന് വെച്ചിട്ട് അവരെ നമ്മൾ വെറുക്കാൻ പാടുണ്ടോ? പാടില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനഹ, ഒരു മുഅ്മിനത്തും ഒരു മുഅ്മിനും ഒരു സത്യവിശ്വാസിയും ഭാര്യയെ വെറുത്തു പോവരുത്. ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, ഭാര്യയുടെ ഒന്ന് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാൽ മറ്റൊന്നിൽ നിങ്ങൾ തൃപ്തരായിരിക്കും. ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ, നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ ആ ഭാര്യ ഒരു പക്ഷേ നല്ല വൃത്തിയുള്ളവരായിരിക്കും, നല്ല ബുദ്ധിയുള്ളവളായിരിക്കും, നല്ല സ്വഭാവക്കാരിയായിരിക്കും, നല്ല പാചകക്കാരിയായിരിക്കും. സൗന്ദര്യമില്ലെങ്കിൽ എന്തേ എപ്പോഴും സുഭിക്ഷമായ മധുരിതമായ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചൂടെ? 5 നേരം 4 നേരം കഴിച്ചൂടെ? സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, ചായ പോലും മര്യാദയ്ക്ക് വെക്കാൻ അറിയില്ല. പിന്നെ ആ സൗന്ദര്യം കൊണ്ട് എന്താ കാര്യം? ഭക്ഷണം കഴിക്കാൻ നിന്ന പടച്ചോനെ എങ്ങനെ കഴിക്കാം? ഉച്ചയ്ക്ക് പോരാ, കുറച്ച് കഴിച്ച് എണീറ്റു. ഇനി രാത്രിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് കഴിക്കാൻ നോക്കി ഇരിക്കുമ്പോ പടച്ചോൻ ഉച്ചക്കത്തെക്കാളും കഷ്ടം. ആ പെണ്ണിന് സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പെണ്ണിന് സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ചിന്തിക്കും പടച്ചോൻ ഈ സൗന്ദര്യം വേണ്ടായിരുന്നു, ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനായിരുന്ന പെണ്ണിനെ കിട്ടിയാൽ മതി. അതിന് 3 മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ അയാൾ ബേജാറാക്കണ്ട. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ കിട്ടിയില്ലേ? നിങ്ങൾ അതാ ചിന്തിക്കുക. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും സൗന്ദര്യമുള്ള പെണ്ണിനെ കിട്ടി, എന്തെങ്കിലും ഒരു മേഖലയിലുള്ള ഉഷാറായിരിക്കും. ഒരു ഉഷാറില്ലാത്ത പെണ്ണിനെ കിട്ടിപ്പോയാൽ നിങ്ങൾ കുടുങ്ങി തന്നെ. മനസ്സിലായി? ഒരു കഴിവില്ലാത്തൊരു പെണ്ണാണ്, സൗന്ദര്യമില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, സ്വഭാവമില്ല, വൃത്തിയില്ല, ഒന്നുമില്ല പെണ്ണിന്. അങ്ങനെ പെണ്ണ് ഉണ്ടാവുന്ന എനിക്കറിയില്ല. അങ്ങനെ ഇൻകേസ് ഉണ്ടെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾക്ക് മുറുക്കി തന്നൊരു കുരുക്കാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ക്ഷമയോടെ മുന്നേറണം. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നുണ്ടാകുന്ന മക്കളിലെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്നാണ്. ഭാര്യയിൽ നിങ്ങൾക്ക് തീരെ സന്തോഷം കിട്ടിയില്ല, ഒരു മേഖലയിലും സന്തോഷം കിട്ടിയില്ല, എന്നാൽ ആ ഭാര്യയിലുള്ള മക്കളിലെങ്കിലും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമെന്നാണ്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് മാലിക് ഇബ്നു അനസ്, മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഇഷ്ടപ്പെട്ടില്ല. ഭാര്യയുമായിട്ട് ഒരു നിലക്കും മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല. ഈ ഭാര്യ കാണുമ്പോ തന്നെ ഒരു മനസ്സിലൊരു റാഹത്തില്ല, തൃപ്തിയാവുന്നില്ല, ഒരു താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ ഭാര്യയോട് മിണ്ടാൻ പോലും തയ്യാറാവുന്നില്ല. മനസ്സിനൊരു തൃപ്തി കിട്ടുന്നില്ല, സംതൃപ്തി കിട്ടുന്നില്ല. അത് ഭാര്യയ്ക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് ഇദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല, തൃപ്തി തോന്നിയിട്ടില്ല. അപ്പൊ ഭാര്യ ഒരു ആയത്ത് ഓതി കൊടുത്തു, നിങ്ങൾക്കൊരു പക്ഷേ വെറുപ്പ് തോന്നുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ അല്ലാഹു തആല എന്തെങ്കിലും ഒരു നന്മയെ മറച്ചു വെച്ചിട്ടുണ്ടാകും.
നിങ്ങൾക്ക് എന്നിൽ താല്പര്യമില്ല, എന്നോട് വെറുപ്പാണ്. പക്ഷെ അള്ളാഹു എന്തെങ്കിലും ഒരു നന്മ ഇതിൽ മറച്ചു വെച്ചിട്ടുണ്ടാകും, നിങ്ങൾ ക്ഷമിക്കൂ എന്ന് ഭാര്യ പറഞ്ഞു. നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ അല്ലാഹു തആല വല്ല നന്മയും മറച്ചു വെക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് ഭാര്യ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഇതുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ നാട് വിട്ടുപോയി. അദ്ദേഹം നാട് വിട്ടു. ഇനി ഭാര്യ കാണേ വേണ്ടെന്ന് പറഞ്ഞ് ഭാര്യ നാട് വിട്ടു. 18 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. 18 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോ പരിശുദ്ധമായ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം ആ ചെറുപ്പക്കാരന്റെ ചുറ്റും കൂടി സംശയം ചോദിക്കുന്നുണ്ട്, മസ്അലകൾ ചോദിക്കുന്നുണ്ട്, ഫത്വ ചോദിക്കുന്നുണ്ട്. ആരാണ് ഈ ചെറുപ്പക്കാരൻ? അവിടെയുള്ള ഒരാളെ വിളിച്ചിട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണിത്? അപ്പോഴാണ് പറഞ്ഞത്, മാലിക് ഇബ്നു അനസ്, അനസിന്റെ മകൻ മാലിക്കാണ്. എന്റെ മകനാണോ അത്? മാലിക് ഇബ്നു അനസ്, അനസിന്റെ മകൻ മാലിക്കാണിത്. അങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് മകനെത്തിയിട്ടുണ്ട്. വാതിൽ മുട്ടി. മകനോട് പറഞ്ഞു, മോനെ ഉമ്മയോട് പോയി പറ, വെറുക്കുന്ന കാര്യങ്ങൾക്കിടയിൽ ഒരു നന്മ അല്ലാഹു മറച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് ഉമ്മയോട് പറ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അങ്ങനെ ലോകം കണ്ട പ്രശസ്തനായ പണ്ഡിതനെ അല്ലാഹു നൽകി. ആർക്ക്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ. ഭാര്യ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പക്ഷേ അതിൽ നിന്ന് അല്ലാഹു ഒരു ഖൈർ നൽകുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയപ്പെട്ട ഒരു നല്ല വിശേഷണവും നമ്മുടെ ഭാര്യയ്ക്കില്ല. സൗന്ദര്യമില്ല, വൃത്തിയില്ല, സ്വഭാവമില്ല, പാചകക്കാരിയല്ല, ബുദ്ധിയില്ല, പഠിക്കാനറിയില്ല, ഒരു നിലക്കും ഒരു നന്മയും ആ പെണ്ണിലില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ കഴിവിന്റെ പരമാവധി ക്ഷമിച്ചു നിന്നാൽ അല്ലാഹു തആല മക്കളിലൂടെയെങ്കിലും നിങ്ങൾക്ക് സമാധാനം തരാതിരിക്കില്ല. അല്ലാഹു പറഞ്ഞതാണ്, വല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ. നിങ്ങൾക്ക് അല്ലാഹു തആല ഇണയെ തന്നു, ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും. യസ്കുന ഇലൈഹാ, എന്തിനാണത് തന്നത്? നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവാൻ വേണ്ടിയാണ്, പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. അങ്ങനെ രണ്ടുപേരും പരസ്പരം പൊതിഞ്ഞപ്പോ എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ആണിന്റെയും പെണ്ണിന്റെയും ശാരീരിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞത്. ശാരീരിക ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടുപേരും പരസ്പരം പൊതിഞ്ഞപ്പോൾ ഫലം, അതൊരു മാന്യതയാണ്, വാക്കുകൾക്കുള്ള മാന്യതയാണത്, വാക്കുകളുടെ ഭംഗിയാണത്. അങ്ങനെ ഭാര്യയും ഭർത്താവും പരസ്പരം പൊതിഞ്ഞപ്പോൾ അങ്ങനെ ഗർഭമുണ്ടായ, അവിടെ ഗർഭിണിയായി, പെണ്ണ് ഗർഭിണിയായി. സമർറത്ത് ബിഹി, അങ്ങനെ ഗർഭം മുന്നോട്ട് പോയി. അങ്ങനെ ഗർഭം പരിപൂർണതയിലേക്ക് എത്തി. 8 മാസമായി, 9 മാസമായപ്പോ രണ്ടുപേരും ദുആ ചെയ്യുകയാണ്, ലഇൻ ആതൈതനാ സ്വാലിഹാ ലനകൂനന്ന മിനശ് ശാകിരീൻ. അല്ലാഹുവേ, നല്ല ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, സ്വാലിഹായ നല്ലൊരു കുഞ്ഞിനെ തന്നാൽ, സുഖപ്രസവത്തിലൂടെ പ്രയാസങ്ങളില്ലാതെ, അംഗവൈകല്യങ്ങളില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നാൽ ഞങ്ങൾ നിനക്ക് ശുക്ർ ചെയ്തോളാം, നിന്നെ അനുസരിച്ചു നിന്നെ വഴിപ്പെട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അല്ലാഹു കൊടുത്തപ്പോ ദുആ ചെയ്തത് അവർ മറന്നുപോയി. പ്രസവം എളുപ്പമാക്കിയത് അല്ലാഹു ആണെന്നുള്ള യാഥാർത്ഥ്യം അവർ മറന്നു. ആരോഗ്യമുള്ള മക്കളെ കൊടുത്തത് അല്ലാഹു ആണെന്നുള്ള യാഥാർത്ഥ്യം അവർ മറന്നു. ലോകത്ത് എത്രയോ ചെറിയ ചെറിയ മക്കൾ വ്യത്യസ്തമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ഒരു സുഹൃത്തിനോട് പറഞ്ഞു, പ്രോട്ടീൻ മൂത്രത്തിലൂടെ മുൻദ്വാരത്തിലൂടെ പ്രോട്ടീൻ പോവുകയാണ്. തന്റെ കുഞ്ഞിന്റെ മുൻദ്വാരത്തിലൂടെ പ്രോട്ടീൻ പുറത്തു പോവുകയാണ്. ആ സമയത്ത് മുഖം ഇങ്ങനെ വീർക്കും, കുട്ടിയാകെ ക്ഷീണിക്കും. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയുള്ള അസുഖം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള മരുന്ന് ഡോക്ടർ നൽകുകയുണ്ടായി. ലിക്വിഡായി മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോവാണ്. മൂത്രത്തിലൂടെ വേസ്റ്റ് അല്ല, പ്രോട്ടീൻ മൂത്രത്തിലൂടെ പോവാണ്. ശരീരത്തിന് ഉണ്ടാവേണ്ട പ്രോട്ടീൻ, അവിടെ നിൽക്കേണ്ട പ്രോട്ടീൻ, അത് മൂത്രത്തിലൂടെ പുറത്തു പോവാ. അപ്പോഴേ കുട്ടിയുടെ മുഖമൊക്കെ വീർത്തു, ആകെ ക്ഷീണിച്ചു, എന്തൊക്കെ അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയുള്ള കുറെ കുട്ടികൾ ഇന്നുണ്ടാവാറുണ്ട്.
അതേപോലെ ഒരു സഹോദരി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇന്ന് അനങ്ങിയാൽ എല്ലിങ്ങനെ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സഹോദരി കുട്ടി ജനിച്ചിട്ട് കുട്ടി ഇങ്ങനെ കൈ പൊക്കിയ ശബ്ദം കേൾക്കും, എല്ല് പൊടിയാവുന്ന ശബ്ദം. ഗർഭപാത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞു, പക്ഷെ പെണ്ണ് ഒഴിവാക്കി. പക്ഷെ മാറ്റങ്ങളുണ്ട്. അല്ലാഹു ശിഫ നൽകട്ടെ. രണ്ടുപേർക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അത്ഭുതകരമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഈമാനും അവരുടെ തവക്കുലും അല്ലാഹുവേ അതൊക്കെ നീ പരിഗണിച്ച് അവർക്ക് രണ്ടുപേർക്കും നീ പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. ഞാൻ പറയുന്നത് വ്യത്യസ്തമായ അസുഖങ്ങൾ നൽകി അല്ലാഹു പരീക്ഷിക്കുന്നുണ്ട്. 3 മാസമാകുമ്പോൾ ക്യാൻസർ ബാധിക്കുന്നവർ, അംഗവൈകല്യമുള്ളവർ, കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, കാല് വളഞ്ഞവർ, കൈകൾ വളഞ്ഞവർ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു ആളുകളെ പരീക്ഷിക്കുമ്പോ നമ്മൾക്ക് അല്ലാഹു തആല സ്വാലിഹായ ഒരു കുഞ്ഞിനെ, ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നിട്ട് കുഞ്ഞിനെ കിട്ടിയാ പിന്നെ തഹജ്ജുദില്ല, കുഞ്ഞിനെ കിട്ടിയാ പിന്നെ ഖുർആനില്ല, കുഞ്ഞിനെ കിട്ടിയാ പിന്നെ നിസ്കാരമില്ല, പിന്നെ ദുആ ഇല്ല, പിന്നെ പ്രാർത്ഥനയില്ല. അല്ലാഹു പറയാണ്, കുഞ്ഞിനെ കിട്ടിയ പാടെ അവർ അല്ലാഹുവിലേക്ക് പങ്കു ചേർക്കാൻ തുടങ്ങി, അല്ലാഹുവിനെ തള്ളിക്കളയാൻ തുടങ്ങി. ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല. നിങ്ങളെ നമ്മൾ എങ്ങനെയാവരുത്, അവരിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾക്കറിയാലോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അതേപോലെ ഫിർഔനിന്റെ സമുദായത്തിലുണ്ടായ ചരിത്രം നമ്മൾക്കറിയാം. എന്താണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത്? ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ ആയാതിൻ മുഫസ്സലാത് ഫസ്തക്ബറു വ കാനൂ ഖൗമൻ മുജ്രിമീൻ. ഫഅർസൽനാ അലൈഹിമുത് തൂഫാൻ, അല്ലാഹു തആല വെള്ളപ്പൊക്കം നൽകി. ആർക്ക്? അല്ലാഹു വെള്ളപ്പൊക്കം നൽകി. ആർക്ക്? ഒന്നെണീറ്റിക്ക്, എല്ലാവരും ഒന്നെണീറ്റുന്നുണ്ടിരിക്കുക. ഞാൻ നിർത്തി 11 രാഗം നിർത്തി 11 മണി. صلوا على سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ആർക്കാണ് വെള്ളപ്പൊക്കം കൊടുത്തത്? നമുക്കും കിട്ടിയില്ല. കഴിഞ്ഞ വർഷം നമുക്കും കിട്ടിയില്ല വെള്ളപ്പൊക്കം. നിങ്ങൾക്ക് കിട്ടിയോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം ഈ ഭാഗത്തുണ്ടായിരുന്നു? ഇല്ല. കാസർഗോഡ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കുറച്ച് തന്നു. കഴിഞ്ഞ വർഷം കാസർഗോഡിനെ വെള്ളപ്പൊക്കം പ്രശ്നം ഏറ്റിട്ടേ ഇല്ല. ഇപ്രാവശ്യം നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല. കാസർഗോഡ് ചെറിയൊരു പ്രശ്നം, മണ്ണിടിച്ചിലും വീട് പൊളിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ വർഷം കിട്ടാതെ വർഷം കൊടുത്തു എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് വെള്ളപ്പൊക്കം കിട്ടിയതുപോലെ അള്ളാഹു വലിയ പ്രയാസങ്ങളൊന്നും തന്നില്ല, രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നമ്മെ. ഇപ്പൊ ആസാമിലൊക്കെ ആസാമിലും ബോംബെയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. നമ്മെ പോലെ രക്ഷപ്പെടാൻ വേറൊരു സംസ്ഥാനത്തിനും കഴിയില്ല. കേരളത്തിനുള്ള പ്രത്യേകത അത് വേറൊരു സംസ്ഥാനത്തിനും ഇല്ല. കേരളക്കാർക്കുള്ള ഒരു സ്വഭാവം, പരസ്പര സഹകരണം, വിദ്യാഭ്യാസം, തിരിച്ചറിവ്, അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസം ഒരാൾക്കുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പോഴേക്ക് ഓടിച്ചൊല്ലും, സംഘടന നോക്കാതെ, മതം നോക്കാതെ, പാർട്ടി നോക്കാതെ. പക്ഷെ അവിടെയൊക്കെ അങ്ങനെയല്ല. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. അവിടുത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ഞാനിപ്പോ അടുത്തിട്ട് ആന്ധ്രാപ്രദേശിൽ പോയിരുന്നു. അവിടുത്തെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റൂമിന്റെ വലുപ്പമുള്ള വീട്. ആ വീടിന്റെ വാതിലിന്റെ മുമ്പിലായിരിക്കും അവരുടെ ആടിന്റെ തൊഴുത്ത്. അവരുടെ പള്ളി, പഠിച്ചോനൊന്നും പറയേണ്ട പള്ളിയുടെ അവസ്ഥ. അവിടെ ഒരു പള്ളി, അവിടെയുള്ള സ്കൂൾ, ഉറുദു സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പഴയ 25 വർഷം മുമ്പുള്ള ബസ് സ്റ്റാൻഡ് പോലെയാണ് അവിടുത്തെ സ്കൂള്. ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്ത ഉറുദു സ്കൂള്, മുസ്ലിമീങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തൊരു സ്കൂളാണ്. ഗവൺമെന്റിന്റെ ഫണ്ട് പാസ്സായിട്ട് ഉണ്ടാക്കിയ സ്കൂൾ, ഉറുദു സ്കൂൾ. നമ്മുടെ നാട്ടിൽ 25 വർഷം പഴക്കമുള്ള ഒരു ബസ് സ്റ്റാൻഡിന്റെ പോലെയാണ്. ഇതൊക്കെയാണ് കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ. മുസ്ലിങ്ങൾ മാത്രമല്ല, ബഹുഭൂരിഭാഗം ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ്. അവിടെയൊക്കെ മനുഷ്യന്മാർ വെറും ഒരു വോട്ട് ബാങ്കാണ്. ഉദാഹരണം ഞാൻ പറയാം. അവർക്ക് പത്രം വായിക്കലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കലോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണമെന്നില്ല, അറിയാൻ താല്പര്യമില്ല. ഇപ്പൊ അടുത്തിട്ട് ശ്രീലങ്കയിൽ നടന്ന ഒരു ചർച്ചിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ബോംബ് സ്ഫോടനത്തിന്റെ വീഡിയോ
CCTV ക്യാമറയിൽ നിന്ന് പതിഞ്ഞതൊരു മുസ്ലിമാണ്, മുസ്ലിം തീവ്രവാദിയാണ് എന്ന് ചാനലുകളൊക്കെ കൊട്ടിഘോഷിച്ചില്ലേ? പത്രങ്ങളൊക്കെ മുസ്ലിമീങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ചില്ലേ? ചാനലുകളൊക്കെ മുസ്ലിമീങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ചില്ലേ? ഉടനെ തന്നെ എന്തെങ്കിലും ഒരു സ്ഫോടനം നടന്ന ഉടനെ മുസ്ലിമീങ്ങളുടെ പേര് പറയും. അത് മുസ്ലിം തീവ്രവാദികളെ അത് ഏറ്റെടുക്കാൻ കുറച്ച് ISS ഉണ്ടാവും, അത് ഏറ്റെടുക്കാൻ കുറച്ച് താലിബാനുകൾ ഉണ്ടാകും. അത് നമ്മൾ ഏറ്റെടുത്തു. ഇത് ആരെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കിക്കോ, ഏതെങ്കിലും ഒരു സ്ഫോടനം നടന്ന അന്നത്തെ പത്രത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും മുസ്ലിം ഭീകര സംഘടനകൾ ഏറ്റെടുക്കും. അത് അവർ ഏറ്റെടുക്കുന്നുണ്ടെന്നല്ല, പത്രക്കാർ വെറുതെ വിടാണ്. വെറുതെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അത് മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ. ഇന്ന് കേരളത്തിൽ നടന്നല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന 99% സ്ഫോടനങ്ങളിലും പ്രതികളായി പിടിച്ചത് മുസ്ലിമീങ്ങളെയാണ്. പക്ഷെ 99% കേസുകളിലും മുസ്ലിമീങ്ങൾ നിരപരാധിയാണ് എന്ന് വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞു. 23 വർഷം ജയിലിൽ കിടന്ന ഒരു ചെറുപ്പക്കാരൻ ഉപ്പയുടെ കബറിൽ പോയിട്ട് കരയുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്താ സ്ഫോടനത്തിന്റെ പേര്? വത്സരം. എന്തൊരു സംജോത സ്ഫോടനം പോലെയുള്ള ഒരു സ്ഫോടനം. 23 വർഷക്കാലം ജാമ്യം പോലും അനുവദിക്കാതെ മുസ്ലിമീങ്ങളാണ് പ്രതി എന്ന് പറഞ്ഞ് 23 വർഷത്തിന് ശേഷം നിരപരാധിയായി വിട്ടപ്പോ ഉപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്. ഉപ്പയുടെ മയ്യിത്ത് കാണാൻ പോലും അനുവദിക്കാതെ ഉപ്പയുടെ ഖബറിൽ കിടന്നിട്ട് 40 വയസ്സുള്ള അദ്ദേഹം ഇങ്ങനെ വാവിട്ട് കരയുന്ന രംഗം. ആരുടെ കണ്ണീര് വരാത്തത്? ആർക്കാ വേദന ഇല്ലാത്തത്? ആർക്കാ വേദന തോന്നാത്തത്? ആ രംഗങ്ങളൊക്കെ കാണുമ്പോ കണ്ണീരലയിപ്പിക്കുന്ന രംഗങ്ങളല്ലേ ഞാൻ പറയുന്നത്. ഇങ്ങനെ എന്ത് സ്ഫോടനം നടന്നാലും പെട്ടെന്ന് മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെക്കും. അതൊക്കെ പത്രങ്ങളായ മുത്തശ്ശി പത്രങ്ങളും ചാനലുകളൊക്കെ ഫാസിസ്റ്റുകളുടെ അച്ചാരം നക്കി ജീവിക്കുന്ന സർവ്വ ചാനലുകളും അത് മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ചർച്ചയോട് ചർച്ച. എന്നാൽ ഇവിടെ നിരന്തരമായി നടക്കുന്ന മോബ് ലിഞ്ചിങ്, നിരന്തരമായി നടക്കുന്ന കൊലപാതകങ്ങൾ, ജയ് ശ്രീറാം വിളികൾ, ഗോമാതയുടെ പേരിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പശുക്കൾ എന്തിനല്ലെങ്കിൽ അറുത്തു തിന്നുന്നത്? പശുക്കൾ അറുക്കലോടുകൂടി നിൽക്കുമല്ലോ ഈ കൊലപാതകങ്ങൾ. പശുക്കൾ അറുക്കണ്ട, ആടിനർത്താ പോലെ. ഇസ്ലാം പശുക്കൾ അറുക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആടാണ് ഏറ്റവും അഫ്ദൽ. ഉദഹിയത്താണെങ്കിലും പോത്തിനെക്കാളും നല്ലത് എന്താണ്? ആടാണ്. പശുക്കൾ അറുക്കാറില്ല. പോത്ത് പിന്നെ അവരുടെ ദൈവമല്ലേ? പശുവിനെയാണ് ദൈവം എന്ന് പറയാം. പശു ആരും അറുക്കാറില്ല, അറുക്കുന്നത് പോത്തിനെയാണ്. പോത്തിനർത്ത് അവർക്ക് എന്താ കുഴപ്പം? എന്നാലും കുഴപ്പമില്ല. അവർക്ക് എത്രത്തോളം വ്രണപ്പെടുന്നുണ്ടെങ്കിൽ പോത്തിന് അറുക്കുന്ന നിർത്ത, ആടിനർത്താ പോലെ എന്നാ കുഴപ്പമില്ലല്ലോ. അതോടുകൂടി മോബ് ലിഞ്ചിങ്, കൂട്ടം കൊലപാതകങ്ങളൊക്കെ നിൽക്കുന്ന വിചാരിച്ചത്. ഇപ്പൊ പുതിയത് തുടങ്ങി ജയ് ശ്രീറാം വിളിച്ചില്ലെങ്കിൽ കൊലപാതകം നടത്താം. ഒരു മാസത്തിനുള്ളിൽ 5-8 കൊലപാതകങ്ങൾ നടന്നില്ലേ? ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ നടന്നില്ലേ? ഇതൊന്നും ചാനലുകൾക്ക് ചർച്ചയല്ല, ഇതൊന്നും പത്രങ്ങൾക്ക് ചർച്ചയല്ല. എന്നാൽ മുസ്ലിമീങ്ങൾ പ്രതിയായ ഏതെങ്കിലും ഒരു കേസ്, നിരപരാധിയായ മുസ്ലിമീങ്ങളെ കള്ളക്കേസുകൾ കൊടുക്കുമ്പോഴേക്കും അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി മാധ്യമങ്ങളെല്ലാം വേണ്ട അക്ഷരത്തിൽ കൊടുക്കും മുസ്ലിമീങ്ങൾ തീവ്രവാദിയാണെന്ന്. എന്നിട്ട് അവസാനം നടന്ന ശ്രീലങ്കയിൽ നടന്ന ക്രൈസ്തവ പള്ളിയിലെ ആ ബോംബ് സ്ഫോടനം മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെച്ച മാധ്യമങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളാൻ വേണ്ടിയാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് പറഞ്ഞത്. അത് മുസ്ലിമീങ്ങൾ ചെയ്ത തീവ്രവാദമല്ല, മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ സ്ഫോടനമല്ല, അത് മയക്കുമരുന്ന് മാഫിയകൾ അവരുടെ കോടിക്കണക്കിന് വിലപിടിപ്പുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ക്രിയവിക്രയം നടത്താൻ വേണ്ടി പട്ടാളക്കാരുടെ, പോലീസുകാരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് വലിയ ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടത്തിയതാണ്. മുസ്ലിമീങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല, മുസ്ലിമീങ്ങൾ നിരപരാധിയാണ് എന്ന് പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. ശ്രീലങ്കയുടെ ഏതെങ്കിലും പത്രം തിരുത്തിയോ? മുസ്ലിമീങ്ങളെ തീവ്രവാദിയാക്കി കേരളത്തിലും വന്നു എന്നാ പറഞ്ഞു. കേരളത്തിൽ വന്നിട്ട് അങ്ങോട്ട് പോയി എന്നൊക്കെയാ പറഞ്ഞത്. കേരളത്തിൽ വന്നിട്ട് അങ്ങോട്ട് പോയി, എന്നിട്ട് കേരളത്തിൽ നിന്ന് കുറെ ആളുകളെ പിടിച്ചു, കുറെ ആളുകളെ CBI അന്വേഷിച്ചു, കുറെ ആളുകളെ ജയിലടച്ചു, ജാമ്യമില്ലാതെ ജയിലടച്ചു. എന്നിട്ട് നിരപരാധികളാണ് എന്ന് പറഞ്ഞപ്പോ തിരുത്താൻ ഏതെങ്കിലും പത്രം തയ്യാറായോ? ഏതെങ്കിലും ചാനലുകൾ തയ്യാറായോ? ഞങ്ങൾക്ക് തെറ്റുപറ്റി, മുസ്ലിമീങ്ങളായിരുന്നില്ല, ഇതാണ്. ഒന്നും ചെയ്യില്ല മുസ്ലിമീങ്ങളെ. അതുകൊണ്ടാണ് സുപ്രഭാതം പോലെയുള്ള നമ്മുടെ ദീനിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന പത്രങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളോട് പറയുന്നത്. എന്തെങ്കിലും ശബ്ദിക്കാൻ കഴിയുമെങ്കിൽ സുപ്രഭാതം പോലെയുള്ള പത്രങ്ങളെ ശബ്ദിക്കുള്ളൂ. അത്തരം മുത്തശ്ശി പത്രങ്ങളെ, ഫാസിസ്റ്റുകളുടെ അച്ചാരം വാങ്ങി ജീവിക്കുന്ന മുത്തശ്ശി പത്രങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടണം. നമ്മൾ അടുപ്പിക്കരുത്. നമ്മൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ചെലവഴിക്കുന്നത്? സുപ്രഭാതം പോലെയുള്ള പത്രങ്ങൾക്ക് കൊടുക്കൂ. എന്നിട്ട് നമ്മുടെ വികാരങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ ലോകം അറിയട്ടെ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രളയം നമ്മൾക്കുണ്ടായി. അങ്ങോട്ട് പോയത് എങ്ങനെയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അവിടെ ആവശ്യം അങ്ങോട്ടൊക്കെ എത്തിയെങ്ങനെയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഒരു പ്രളയം നമ്മുടെ മുമ്പിലുണ്ടായി. അതന്നെ പ്രളയം ഉണ്ടായി. ആ പ്രളയം ആസാമിലും മറ്റുള്ള ബോംബെയിലൊക്കെ വന്നപ്പോൾ നമ്മെ പോലെ സഹായിക്കാനും സഹകരിക്കാനും ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതിന്റെ ഭവിഷ്യത്ത് നല്ലോണം അവർ അനുഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അതേപോലെ ഒരു പ്രളയം അല്ലാഹു തആല ഫിർഔനിനും കൂട്ടർക്കും നൽകുകയുണ്ടായി. ഫിർഔനിനും കൂട്ടർക്കും അല്ലാഹു തആല അതുപോലെ ഒരു പ്രളയം നൽകുകയുണ്ടായി. അന റബ്ബുകുമുൽ അഅലാ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്. ഈ കാണുന്ന നദികളെല്ലാം എന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞ ഫറോവ, ഞാൻ ഏറ്റവും വലിയ റബ്ബാണ്. അന റബ്ബുകുമുൽ അഅലാ, എന്നെക്കാളും വലിയ രക്ഷിതാവ് വേറെയില്ല എന്ന് പറഞ്ഞ ഫറോവ വെള്ളപ്പൊക്കം വന്നപ്പോൾ പട്ടാളക്കാരെ പറഞ്ഞയച്ചത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്കാണ്. അത്രയും വലിയ റബ്ബാണെങ്കിൽ വെള്ളത്തോട് അടങ്ങാൻ പറഞ്ഞാൽ പോരെ? അത്രയും വലിയ റബ്ബാണെങ്കിൽ വെള്ളത്തോട് അടങ്ങാൻ പറഞ്ഞാൽ പോരെ? ഔറംഗസീബിനെ കുറിച്ചൊരു ചരിത്രമുണ്ട്. വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായപ്പോ അദ്ദേഹം ഒരു പ്രാർത്ഥന കടലാസിൽ എഴുതി വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോ വെള്ളം അടങ്ങി എന്നുള്ള ഒരു ചരിത്രം ഔറംഗസീബിനെ കുറിച്ച് പറയപ്പെടുന്നു. ഔറംഗസീബ് നല്ലൊരു ദീനിയായ ഒരു രാജാവായിരുന്നു. നല്ലൊരു ദീനിനോട് താല്പര്യം കാണിച്ച രാജാവായത് കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു രാജാവായി മാറി. അതങ്ങനെയാണല്ലോ. മുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിമീങ്ങളോട് താല്പര്യം കാണിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ സമരസേനാനികളാണെങ്കിൽ അവരെ പുച്ഛിച്ചു തള്ളാനും അവരവഗണിച്ചു കളയാനും ഒരു മടിയുമില്ലാത്ത ആളുകളായി ചരിത്രകാരന്മാർ മാറിയിട്ടുണ്ട്. ടിപ്പു സുൽത്താനൊക്കെ അവരിൽപ്പെട്ട ഒരാളാണ്. രാജ്യത്തിന് വേണ്ടി നിരന്തരമായി പോരാടിയവരാണ്. ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടിയാണ് ഇന്ത്യ രാജ്യം ഇന്ന് ആജ് ഹിന്ദുസ്ഥാൻ അമാരാഹേ എന്ന് വിളിച്ചു പറഞ്ഞത്. മഹാനായ ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടിയാണ്. ടിപ്പു സുൽത്താൻ വലിയൊരു വലിയാണ്. അതേപോലെ ഔറംഗസീബ് പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥനകൾ അദ്ദേഹം എഴുതി അത് യുദ്ധത്തിന് പോകുമ്പോ യുദ്ധത്തിന്റെ ബാനറുകളിൽ തുന്നിച്ചേർക്കാറുണ്ടായിരുന്നു എന്നാണ്. നമ്മളൊക്കെ ബർക്കത്തിന് വേണ്ടിയിട്ട് സയ്യിദന്മാർ മന്ത്രിച്ചു തന്നത്, അതേപോലെ മഖാമിൽ വെച്ചതൊക്കെ കൊണ്ടുപോയി നമ്മുടെ പേഴ്സിലും നമ്മുടെ പോക്കറ്റിലൊക്കെ വെക്കുമ്പോൾ ചില ആളുകൾ കളിയാക്കാറുണ്ട്. ശിർക്കാണ്, ബിദ്അത്താണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. പക്ഷെ അത്തരം ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ശിർക്കും ബിദ്അത്തും ആരോപിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്നത് ബഹുഭൂരിഭാഗവും. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഏതായാലും ഔറംഗസീബ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം ചില പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ട് ബാനറുകളിൽ തുന്നിച്ചേർക്കാറുണ്ടായിരുന്നു. അതേപോലെ സ്വന്തം കൈപ്പടയിൽ പരിശുദ്ധമായ ഖുർആൻ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ കരുത്ത്, പട്ടാളക്കാർക്കൊക്കെ കരുത്തു നൽകിയിരുന്നത് ദീനിയായ ചില ഉപദേശങ്ങളിലൂടെയാണ്. തന്റെ അനുയായിയായിരുന്ന തന്റെ പട്ടാളക്കാരിൽ, തന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന സേവകന്മാരിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരാളെ വിളിക്കണമെങ്കിൽ വുളു വേണം. വുളു ഇല്ലാതെ മുഹമ്മദ് എന്ന പേരുള്ള സേവകനെ ഔറംഗസീബ് വിളിച്ചിട്ടില്ല. ഔറംഗസീബ് മുഹമ്മദ് എന്ന് പേരുള്ള പട്ടാളക്കാരനെ വിളിച്ചിരുന്നത്, സേവകനെ വിളിച്ചിരുന്നത് വുളു ചെയ്തിട്ടാണ്. ഒരു ദിവസം അദ്ദേഹത്തെ അടിമ എന്നർത്ഥമുള്ള ഒരു പേരിൽ വിളിച്ചു. അടിമ എന്നർത്ഥമുള്ള ഒരു പേരിൽ പട്ടാളക്കാരനെ, സേവകനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമമായി. ഇത്ര കാലം എന്നെ വളരെ മാന്യമായി വിളിച്ചിട്ട് ഇന്നെന്തേ നിങ്ങൾ അങ്ങനെ ഒരു അടിമ എന്ന രീതിയിൽ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഇത്രയും കാലം നിന്റെ പേര് വിളിക്കും എനിക്ക് വുളു ഉണ്ടായിരുന്നു. ഇന്ന് വുളു ഇല്ലാത്തത് കൊണ്ടാണ് മുഹമ്മദ് എന്ന പേരിന് പകരം ഞാൻ അടിമ എന്ന പദപ്രയോഗം നടത്തിയത്. മനസ്സിലായോ? എത്രത്തോളം സൂക്ഷ്മത പാലിച്ച ഒരു മഹാനാണ് ഔറംഗസീബ്. അപ്പൊ ഇതുപോലെ ഫിർഔൻ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞിരുന്ന ഫിർഔൻ എന്റെ വെള്ളപ്പൊക്കം ഇങ്ങനെ ഉയർന്നു വരുമ്പോ അടങ്ങാൻ പറഞ്ഞ അടങ്ങൂലേ? ഫിർഔനിന് അറിയാൻ ഞാൻ റബ്ബല്ല. അപ്പൊ നേരെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് തന്റെ പട്ടാളക്കാരെ പറഞ്ഞയച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മൂസാ നബിയുടെ സമീപത്തേക്ക് പട്ടാളക്കാരെത്തി. ഖാലൂ യാ മൂസ ദുഉ ലനാ റബ്ബക്. മൂസാ നബിയെ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ലഇൻ കശഫ്ത അന്ന ദിജ്സ ലനുഅ്മിനന്ന ലക്. ഈ പരീക്ഷണം മാറിയാൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചോളാം. ഈ വെള്ളപ്പൊക്കം മാറിയാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, ഈ പരീക്ഷണം മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു തആല പരീക്ഷണം മാറ്റി കൊടുത്തു. വെള്ളപ്പൊക്കം മാറി. അവർ മുസ്ലിമായോ?
അവർക്ക് ഉറപ്പാണ് ഇത് അള്ളാഹുവാണ് ഈ വെള്ളപ്പൊക്കം മാറ്റിയിരുന്ന അവർക്ക് ഉറപ്പാണ്. മൂസാ നബി പ്രവാചകനാണ് എന്നുള്ള കാര്യവും അവർക്ക് ഉറപ്പാണ്. കാരണം മൂസാ നബിയോട് പറഞ്ഞ് മൂസാ നബി ദുആ ചെയ്തപ്പോഴാണ് വെള്ളപ്പൊക്കം മാറിയത്. അപ്പൊ ഹഖ് മനസ്സിലായാലും ചിലർ ഉൾക്കൊള്ളൂല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത് സത്യമാണ് എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായാലും അത് എല്ലാരും ഉൾക്കൊള്ളണമെന്നില്ല. മനസ്സിലായ? അവർക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് അള്ളാഹുവാണ് റബ്ബ്, മൂസാ നബി പ്രവാചകനാണ് എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമായത് കൊണ്ടാണ് വന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞത്. ദുആ ചെയ്തപ്പോൾ ഉത്തരവും കിട്ടി. അവർ മുസ്ലിമായോ? ഇല്ല. അപ്പോഴേക്കും അല്ലാഹു തആല അടുത്ത പരീക്ഷണം നൽകി. ആ പരീക്ഷണമാണ് വൽ ജറാദ, വെട്ടുകിളിയെ നൽകി. അവരുടെ കൃഷികളെല്ലാം തിന്ന് നശിപ്പിക്കുകയുണ്ടായി. വെട്ടുകിളി എന്ന് പറഞ്ഞാൽ പുൽച്ചാടി പോലെയുള്ള ഒരു തരം ജീവിയാണത്. അവരുടെ സർവ്വ കൃഷികളെയും നശിപ്പിച്ചു, അവരുടെ സമ്പാദ്യങ്ങൾ നശിപ്പിച്ചു. വീട്ടിലും അവരുടെ പറമ്പിലും അവരുടെ സർവ്വ സ്ഥലങ്ങളിലും വെട്ടുകിളികളെ കൊണ്ട് കാലിടാൻ പറ്റാത്ത സാഹചര്യം വലിയൊരു പ്രയാസമായത് മാറിയപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് യാതൊരു ഉടുപ്പുമില്ലാതെ രണ്ടാമതും അവർ കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ഇത് മാറ്റി തന്നാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചോളാം. രണ്ടാമത്തെ തവണയാ വരുന്നത്. നമ്മളാണെങ്കിൽ 4 പൊട്ടിക്കും പോയി പണി നോക്കുന്നു പറയും. പക്ഷെ മൂസാ നബി അങ്ങനെങ്കിലും വിശ്വസിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാഹുവേ, ഈ പരീക്ഷണം നീ മാറ്റി കൊടുക്കണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു തആല മാറ്റി കൊടുക്കുകയുണ്ടായി. മുസ്ലിമായോ? ഞങ്ങൾ മുസ്ലിമായിക്കോളാം, ഇതൊന്ന് മാറ്റി കിട്ടിയാൽ. രണ്ടാമതും അല്ലാഹു മാറ്റി കൊടുത്തു, ഒരു മുസ്ലിമായില്ല. അപ്പോഴേക്കും അല്ലാഹു തആല മൂന്നാമതും അവരെ പരീക്ഷിച്ചു. എങ്ങനെയാണ്? വൽ ഖുമ്മല, ഒരു തരം പേനിനെ പോലെയുള്ള ചെള്ളിനെ പോലെയുള്ള ജീവിയെ കൊണ്ട് അവരുടെ കിടപ്പറയിലും ഭക്ഷണത്തിലും പാനീയങ്ങളിലും അവർ കിടന്നുറങ്ങുന്ന സ്ഥലങ്ങളിൽ വീട്ടിലെ റോഡിലെ സർവ്വ സ്ഥലങ്ങളിലും പേനുകളെ കൊണ്ട് ചെള്ളുകളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയുണ്ടായി. മഴക്കാലം തുടങ്ങുമ്പോൾ ഒരു മഴപ്പാറ്റ വരും. മഴയുടെ സ്റ്റാർട്ടിങ് ആ ഒരു മഴപ്പാറ്റ പുറത്തു വന്നാൽ പിറ്റേ ദിവസം സുബഹിക്ക് പുറത്തിറങ്ങുമ്പോ വീട്ടിൽ ഇന്റർലോക്ക് ചെയ്ത് കല്ലേതും തിരിച്ചറിയില്ല. അത്രയും അങ്ങനെ പരന്നു കിടന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ലൈറ്റിന്റെ ഒരു വെളിച്ചം കണ്ടാൽ എവിടെയെങ്കിലും ഹോൾസ് ഉണ്ടെങ്കിൽ ആ ഹോൾസിലൂടെ എല്ലാം പറന്നു വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിലും പോക്കറ്റിലും കുപ്പായത്തിലും വസ്ത്രത്തിലും എല്ലാ സ്ഥലത്തും ഈ പാറ്റ ഉണ്ടാവും. ചെറിയൊരു ഹോൾസും വെളിച്ചം കണ്ടാൽ മതി. നമ്മൾക്ക് അതുപോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതൊരു 10 മിനിറ്റ് കൊണ്ട് ചത്തുപോകും ചെയ്യും. നമുക്കൊരു 10 മിനിറ്റ് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പരീക്ഷണമായിട്ടല്ല, അതൊരു പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ പരീക്ഷണമായിട്ട് അല്ലാഹു ഒരു മാസക്കാലമൊക്കെ തന്നാലും ഇത് രാവിലെയും രാത്രിയും സർവ്വ സമയത്തും ഇതിങ്ങനെ നിറഞ്ഞ് പാറാൻ തുടങ്ങിയാലോ പറക്കാൻ തുടങ്ങിയാലോ വലിയൊരു പരീക്ഷണമായിരിക്കൂലേ. വെള്ളം കുടിക്കാൻ കഴിയും, വെള്ളത്തിൽ നിറയെ പാറ്റ. ഭക്ഷണം കഴിക്കാൻ വെച്ച ഭക്ഷണത്തിൽ നിറയെ പാറ്റ. കറി വെച്ചാൽ കറിയിലും പാറ്റ. അലക്കാൻ നിന്നാ കുപ്പായത്തിൽ നിറയെ പാറ്റ. ഇതൊന്നും നമ്മൾക്ക് വിട്ടുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വലിയൊരു പരീക്ഷണമായി സഹിക്കാൻ കഴിയാതെ വീണ്ടും വന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക്. മൂസാ നബിയെ 2 വട്ടം ഞങ്ങൾ വിശ്വസിച്ചില്ല, നിങ്ങളെ പറ്റിക്കുകയുണ്ടായി. മൂന്നാമതായി നിങ്ങളൊന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഇത് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് മാറ്റി തന്നാൽ ഞങ്ങൾ നന്നായിക്കോളാം എന്ന് വീണ്ടും പറഞ്ഞു മൂസാ നബിയോട്. മൂസാ നബിയുടെ ആഗ്രഹമാണ് അങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്തു. പക്ഷേ പരീക്ഷണം മാറ്റി കൊടുത്തപ്പോൾ അവർ നന്നാവാൻ തയ്യാറായില്ല. മദ്രസയിലേക്ക് കുട്ടി വരാൻ 6:30 മദ്രസ തുടങ്ങും. ഇവൻ വന്ന് 6:45. ഉസ്താദ് ചോദിച്ചു, എന്താണ് നീ വൈകിയത്? ഉസ്താദ്, ഞാൻ ഇന്നലെ ഒരു മൗലിദ് ഉണ്ടായിരുന്നു, അങ്ങനെ വരാൻ വൈകിപ്പോയി. അങ്ങനെയാണ്. നാളെ മുതൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. ആയിക്കോട്ടെ. പിറ്റേ ദിവസം കുട്ടി വന്നത് 6:50, 20 മിനിറ്റ് വൈകിട്ട്. അപ്പൊ ഇന്നലെ അല്ലേ നീ കൃത്യമായി വരുമെന്ന് പറഞ്ഞത്? സോറി ഉസ്താദ്, ഇന്ന് ഉറങ്ങിപ്പോയി, തലവേദന ആയിരുന്നു, അങ്ങനെ വരാൻ പറ്റാത്തതാണ്. ഇനി മേലാൽ ഇത് ആവർത്തിച്ച എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് കേട്ടി. നാളെ കൃത്യമായിട്ട് വരൂലേ? എന്തായാലും നാളെ വന്നത് 7 മണിക്ക്. ഉസ്താദ് അടിക്കൂലേ? സ്വാഭാവികമായിട്ട് അടിക്കൂലേ? ഒന്നുകിൽ വീട്ടിലേക്ക് പറഞ്ഞേക്കും, ഉമ്മാനെ കൂട്ടിട്ട് വാ, ഉപ്പാനെ കൂട്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം മൂന്നാമതും അവർക്ക് മാപ്പ് നൽകി. നാലാമതും വന്നവർ നാലാമതും അല്ലാഹു പരീക്ഷിച്ചു. തവളയെ നൽകി. സർവ്വ സ്ഥലങ്ങളിൽ തവള. നടക്കുമ്പോഴും കിടക്കുമ്പോഴും കിടപ്പറയിലും ഉദുകൊടുക്കാൻ വേണ്ടിട്ട് ഹൗദിൽ കയറ്റാൻ നിറയെ തവള. ഉദുകൊടുക്കാൻ വേണ്ടി മുഖം കഴുകാൻ വേണ്ടി വെള്ളം എടുത്തു, കയ്യിൽ നിറയെ തവള. കഴുകാൻ പറ്റും. വെള്ളം കുടിക്കാൻ വേണ്ടി ക്ലാസ്സിൽ വെള്ളം എടുത്തപ്പോൾ ക്ലാസ്സിൽ നിറയെ തവള. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ടോയ്ലറ്റിലും തവള. എന്തെങ്കിലും ചെയ്യാൻ പറ്റും.
അങ്ങനെ അള്ളാഹു പരീക്ഷിച്ചപ്പോ പൊറുതിമുട്ടിക്കൊണ്ട് നാലാമതും വന്നു. പിന്നെ അള്ളാഹു പരീക്ഷിക്കുന്നത് രക്തം കൊണ്ടാണ്. നിറയെ രക്തം വസ്ത്രത്തിലും ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും സർവ്വസ്ഥലങ്ങളിലും രക്തം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയുണ്ടായി. അഞ്ചാമതും വന്നു മൂസാ നബിയുടെ സമീപത്തേക്ക്. മൂസാ നബിയെ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഈ പരീക്ഷണം മാറ്റി തന്നാൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച് മുസ്ലിമാവാം. 5 തവണ ദുആ ചെയ്തിട്ട് അല്ലാഹു പരീക്ഷണം മാറ്റി കൊടുത്തു. അവരാരും മുസ്ലിമായില്ല. ചാൻസ് 5 തവണ അല്ലാഹു കൊടുത്തു, അവരാരും മുസ്ലിമായില്ല. പിന്നെ അല്ലാഹു വലിയൊരു പരീക്ഷണം കൊടുത്തു. വജാവസ്നാ ബിബനി ഇസ്രാഈലൽ ബഹ്ർ فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل. അങ്ങനെയാണ് ഫിർഔനിന്റെ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കടൽ മുറിച്ച് കടക്കാൻ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, കടലിലേക്കടിച്ച് കടലിലെ 2 വെള്ളം 2 പർവ്വതങ്ങൾക്ക് അപ്പുറത്തേക്ക് മാറി നിന്ന് വലിയൊരു വഴി രൂപപ്പെടുകയും ആ വഴിയിലൂടെ കടന്നു ചെന്നപ്പോ പിന്നാലെ വന്ന ഫിർഔൻ അവിടെ വെച്ച് അല്ലാഹു മുക്കിക്കൊന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫിർഔൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫിർഔൻ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രാഈല വഅന മിനൽ മുസ്ലിമീൻ. അല്ലാഹുവേ, ഞാൻ മുസ്ലിമാവുകയാണ്. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയതിനു ശേഷം ഫിർഔൻ അല്ലാഹുവിനോട് വിളിച്ചു പറയുകയാണ്. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ഇപ്പോഴാണോ നിനക്ക് സമയം കിട്ടിയത്? അല്ലാഹു ചോദിക്കാൻ, ഇപ്പോഴാണോ നിനക്ക് സമയം കിട്ടിയത്? 5 അവസരങ്ങൾ തന്ന് മുസ്ലിമാവാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് മുസ്ലിമാവാതെ ഇത്രയൊക്കെ ഞാനാണ് ശക്തിയെന്ന്, ഞാനാണ് ദൈവമെന്ന്, മൂസാ പ്രവാചകനാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ഇത്രയെല്ലാം അവസരം കിട്ടിയിട്ടും മുസ്ലിമാവാതെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയതിനു ശേഷമാണോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ തയ്യാറായത്? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ ഒരാളുടെ വിശ്വാസത്തെയും അല്ലാഹു സ്വീകരിക്കൂല, ഒരാളുടെ തൗബയും അല്ലാഹു സ്വീകരിക്കൂല. ഇതുവരെ നീ തമ്മാടിയായി ജീവിച്ചതിന്റെ പേരിൽ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ രക്ഷിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അല്ലാഹു തആല മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഫിർഔനിനെ മുക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ചില ബിദ്അകൾ പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന എത്രയോ സംഭവങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ ആദരണീയരായ സ്വാലിഹ് നബിയുടെ പിതാവ് അത്ര മനോഹരമായ മരണമായിരുന്നു അത്. തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയത്ത് പള്ളിയിൽ വുളൂഓട് കൂടി നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയത്താണ് മരണപ്പെട്ടു പോയത്. ആഖിബത്ത് നന്നായതിന്റെ അടയാളമല്ലേ അത്? നല്ല മരണമെന്ന് പറയുന്നത് ആഖിബത്ത് നന്നായി മരണപ്പെട്ടതിന്റെ അടയാളമാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് മാത്രമേ അല്ലാഹു തആല നല്ല മരണം നൽകുകയുള്ളൂ. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മൗലീദ് ഓതിയവരാണവർ, സിയാറത്ത് ചെയ്തവരാണവർ, ഖുതുബിയ്യത്ത് ഓതിയവരാണവർ, ഹദ്ദാദ് ചൊല്ലിയവരാണവർ. എത്രയോ സുന്നികളായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നിരന്തരമായി മരിക്കുന്ന സംഭവങ്ങൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ബിദ്അകൾ പറഞ്ഞു, ഫിർഔൻ മരിച്ചിട്ടില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട്? അത് നല്ല മരണത്തിന്റെ ലക്ഷണമല്ല. അവര് പറഞ്ഞു, അപ്പൊ ഉപയോഗിച്ച ആയത്തിതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നു എന്നുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന് പിഴച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് വാദം പറഞ്ഞപ്പോ അവര് പറഞ്ഞാണ്, ഫിർഔനും മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലേ?